വിശുദ്ധ കുർബാനയിലേക്കും അതിനുശേഷമുള്ള ഒരു സ്പിരിച്വൽ ഹീലിംഗ് ആൻഡ് എംപവറിങ് പ്രയറിലേക്ക് നീങ്ങും. അപ്പം ഇപ്പം നമ്മൾ ഈ കേട്ട കാര്യങ്ങളിൽ ഇത്രയും നേരവും ജ്ഞാനം തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് ബോറടിച്ചില്ല എന്ന് വിചാരിക്കണു ഇല്ലേ? ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് ഇനിയും പറയാനുണ്ട്. നാളെ നമുക്കൊരു ദിവസമുണ്ട്. അതുകൊണ്ട് നാളെ നിങ്ങൾ എല്ലാവരും തന്നെ വരണം. നാളെ ഞായറാഴ്ചയാണ്, പല കല്യാണവും പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി വരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞേൽപ്പിച്ച് പോയാൽ അതിൻ്റെ CD കളക്ട് ചെയ്തിട്ട് യു ഷുഡ് ഹിയർ. നമ്മളെ ഇത് എനിക്ക് തോന്നുന്നു ഒരു പ്രൊഫറ്റിക് ആയിട്ടാണ് തോന്നുന്നത് ഈ വർഷം. ഇപ്പോൾ പരിശുദ്ധ പിതാവ് അമേരിക്കയിൽ ചെന്നപ്പോൾ അമേരിക്കൻ കോൺഗ്രസിൻ്റെ ഫസ്റ്റ് ടൈം എ പോപ്പ് ഈസ് സ്പീക്കിംഗ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെനറ്റ് കോൺഗ്രസ്. ആ പ്രസംഗം നിങ്ങൾ യൂട്യൂബിലൊക്കെ ഉണ്ടൊന്ന് കേട്ടാൽ നന്നായിരിക്കും. എത്ര സമയമാണ്, എത്ര പ്രാവശ്യമാണ് ഈ സെനറ്റേഴ്സ് എല്ലാവരും എഴുന്നേറ്റ് നിന്നൊരു സ്റ്റാൻഡിങ് ഒവേഷൻ കൊടുത്തത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് അവരെ ടച്ച് ഇത് ആ ഹോൾ പ്രസൻറ്റേഷനിൽ അവരേറ്റവും സ്പർശിച്ചത് പോപ്പ് സെഡ് എ ഗോൾഡൻ റൂൾ ഓഫ് ദ ഗോൾഡൻ റൂൾ എന്ന് പറയണത് ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ ഓക്കെ മത്തായി 7:12 ആ ഗോൾഡൻ റൂൾ. അത് പറഞ്ഞപ്പോഴാണ് അത് ഡു ടു അതേഴ്സ് വാട്ട് യു വുഡ് ലൈക്ക് ദം ടു ഡു ഫോർ യു എന്നുള്ളത്. ഇത് പറഞ്ഞപ്പോൾ ദ ഹോൾ സെനറ്റ് സ്റ്റുഡ് അപ്പ്, ഓൾ സെനറ്റേഴ്സ്, ദ ഹോൾ കോൺഗ്രസ് സ്റ്റുഡ് അപ്പ് ആൻഡ് ഗേവ് എ ലോങ് എന്തോരം സമയമായിട്ട്. അതേ സമയത്ത് ആ സ്പീക്കറുടെ എല്ലാം കണ്ണിൽ നിന്ന് ഒരുപാട് പേരുടെ മുഖത്തെ എക്സ്പ്രഷൻ കാണിക്കണ്ടായി. ദേ വെർ ഓൾ ടച്ച്ഡ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ക്ലാസ്സിൽ പറയാവുന്ന കാര്യമാണ്. ഡു ടു അതേഴ്സ് വാട്ട് യു വുഡ് ലൈക്ക് ടു ഡു ടു. ഇത് ഒരു ക്രിസ്ത്യൻ മെസ്സേജ് എന്ന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റും. പക്ഷേ ദാറ്റ് ഈസ് ദ ഹോൾ സമ്മറി ഓഫ് ദ ഗോസ്പൽ ആൻഡ് ദ പ്രോഫറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരിക്കൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഒരു ഹോൾ ഡയസിസിൽ, ഡാർജിലിംഗ് ഡയസിസിൽ വിളിച്ചിട്ട് അവിടുത്തെ ഡയസിസിലെ എല്ലാ കോളേജും സ്കൂളുകളുടെയും ക്രിസ്ത്യൻ കാത്തലിക് ടീച്ചേഴ്സിന് വേണ്ടി ഇതുപോലെ ഒരു സെമിനാർ 3 ഏരിയയിലായിട്ട് നടത്തി. ബിക്കോസ് വൈ ആർ വി കണ്ടക്ടിങ് സോ മെനി ക്രിസ്ത്യൻ സ്കൂൾസ്? അതിൻ്റെ പിന്നിൽ ഇങ്ങനെ കർത്താവിൻ്റെ ഒരു പ്ലാനുണ്ട്. ടു പ്ലാൻ ദ സീഡ് ഓഫ് ലൈറ്റ് ആൻഡ് വിസ്ഡം. അപ്പോൾ ഇതൊക്കെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത് നിങ്ങൾ ഈ ഒരു കോളേജ് മാത്രം ആയാൽ പോരെ. എനിക്ക് തോന്നുന്നു ദ ഹോൾ ഡയസിസ്, നമ്മുടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകളും അതിൻ്റെ ഒരു വിത്തായിട്ട് മാറുമ്പോൾ എത്ര എളുപ്പം. ആ ഏഷ്യ 11:9 പറയുന്നത് ഈ ജ്ഞാനം സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം ലോകം മുഴുവനും പ്രസരിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേഗം ചാപ്പലിലേക്ക് പോകാം. ഓഫ്